പല ചെറിയ തോടുകളും പുഴകളും ഗതി മാറി ഒഴുകുകയാണ്. വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രവാഹത്തിന്റെ ശക്തിയിൽ എതിലെ വേണമെങ്കിലും അത് പുഴ സൃഷ്ടിക്കുമെന്ന് നമുക്കറിയാം. ഓരോ ഉരുൾപൊട്ടലും ഉണ്ടാക്കിയെടുക്കുന്നത് ഇത്തരം പുതിയ പുഴകളാണ്. ഈ ഗതിമാറി ഒഴുകുന്ന പുഴകൾ തകർത്തെറിയുന്നത് അനേകം മനുഷ്യരുടെ ജീവനും സ്വത്തുക്കളും സ്വപ്നങ്ങളുമാണ്. എത്ര വീടുകൾ തകർന്നടിഞ്ഞിരിക്കുന്നുവെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. രക്ഷാപ്രവർത്തകർ ജീവൻ പണയപ്പെടുത്തി ഒരു നിമിഷം പോലും പാഴാക്കാതെ അവിടെ ഉണ്ട് എന്നതാണ് ആശ്വാസകരം. ആരെങ്കിലും വിളിക്കുന്നതിന് മുൻപ് സൈന്യം അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. കരസേനയും വ്യോമസേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും ഒക്കെ ഞൊടിയിടയിൽ പറന്നെത്തി. പക്ഷേ പലയിടങ്ങളിലേക്കും ആർക്കും കടന്നു ചെല്ലാൻ കഴിയുന്നില്ല. മുണ്ടക്കൈ ടൗണിന്റെ അവസ്ഥ തന്നെ അതിനൊരു ഉദാഹരണമാണ്. മുണ്ടക്കൈ ടൗണിനെ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നു പോയിരിക്കുന്നു. ആ പാലം തകരുകയും പുഴ കരകവിഞ്ഞൊഴുകുകയും ചെയ്തതോടെ ഏതാണ്ട് 400 വീടുകളാണ് ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത്. അനേകം വീടുകൾ തകർന്നു പോയിരിക്കുന്നു. എല്ലാ കമ്മ്യൂണിക്കേഷൻ വഴികളും അടഞ്ഞിരിക്കുന്നു. രക്ഷാപ്രവർത്തകർക്ക് പലർക്കും അങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല. അവിടെ രക്ഷാപ്രവർത്തനത്തിൽ എത്തപ്പെട്ടിരിക്കുന്ന പലരും മരണം പോകിയതായി ആശങ്കപ്പെടുന്നു.